ലോകരാഷ്ട്രങ്ങൾക്കുള്ളിൽ വിമാന അപകടങ്ങൾ വർദ്ധിക്കുന്നു. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഒരേ ദിവസം ഫ്രാൻസിലും സൗദി അറേബ്യയിലും നടന്ന വിമാന അപകട വാർത്തകൾ ഞെട്ടലോടെയാണ് പുറം ലോകം കേട്ടത്. ഇത്തരത്തിൽ സംഭവിക്കുന്ന വിമാനാപകടങ്ങളുടെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. ഫ്രാൻസിലെ നാൻസി SA വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത സ്കൈ ഡൈവിംഗ് സംഘം സഞ്ചരിച്ച വിമാനം തകർന്ന് 11 പേരാണ് മരിച്ചത്. പൈലറ്റും 10 യാത്രക്കാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും അപകടത്തിൽ കൊല്ലപ്പെട്ടു. സ്കൈ ഡൈവിംഗിനായി ആദ്യമായി എത്തിയവരും പരിശീലകരുമാണ് മരിച്ചതിൽ ഉൾപ്പെടുന്നത്. മരിച്ചവരിൽ 5 പേർ സ്കൈ ഡൈവിംഗ് ഇൻസ്ട്രക്ടർമാരും ബാക്കിയുള്ളവർ നഴ്സിംഗ് സ്ഥാപനത്തിൽ നിന്നും വാരാന്ത്യ ആഘോഷത്തിനായി എത്തിയ നഴ്സുമാരുമാണ്. രാവിലെ 10 മണിയോടെ ടേക്ക് ഓഫ് ചെയ്ത വിമാനം തൊട്ടു പിന്നാലെ തന്നെ അപകടത്തിൽപ്പെടുകയായിരുന്നു. ടേക്ക് ഓഫിന് ശേഷം വലതുവശത്തേക്ക് തിരിഞ്ഞ വിമാനം പെട്ടെന്ന് താഴ്ചയിലേക്ക് കൂപ്പുകുത്തുകയും തീ പിടിക്കുകയും ചെയ്തു. ഫ്രാൻസിന്റെ സ്കൈ ഡൈവിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണിതെന്ന് അധികൃതർ അറിയിച്ചു. വിമാനത്താവളത്തിന്റെ അവസാന ഭാഗത്ത് തകർന്നു വീണ വിമാനം തലനാരിഴയ്ക്ക് സമീപത്തെ ജനവാസ മേഖലയിലേക്കോ ഷോപ്പിംഗ് സെന്ററിലേക്കോ വീഴാതെ ഒഴിഞ്ഞു മാറിയത്. യാത്രക്കാരുടെ ബന്ധുക്കൾ വിമാനത്താവളത്തിൽ കാത്തുനിൽക്കെയായിരുന്നു ഈ ദാരുണമായ സംഭവം നടന്നത്. സ്വന്തം കണ്ണുകൾക്ക് മുന്നിൽ ഉറ്റവർ മരിച്ചു വീഴുന്നത് കണ്ട് തകർന്നു പോയ ബന്ധുക്കൾക്ക് ആവശ്യമായ മാനസിക പിന്തുണ നൽകുമെന്ന് മേയർ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പാരീസ് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അന്വേഷണം ആരംഭിക്കുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. യൂറോപ്പിൽ ഉഷ്ണതരംഗം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് അപകടം എന്നത് ശ്രദ്ധേയമാണ്. അപകടത്തിന് നിരവധി പേർ സാക്ഷികളാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഘത്തിന്റെ ആമുഖ സ്കൈ ഡൈവിംഗ് അനുഭവം കാണാൻ അവർ ഒത്തുകൂടി. ഇരകളുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിനായി അധികൃതർ ഒരു മെഡിക്കൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. റോഡരികിലെ പുൽമേടിലുള്ള വീടുകൾക്ക് സമീപമാണ് വിമാനം തകർന്നു വീണത്. രാവിലെ അപകടം സംഭവിച്ചത് ഒരു ദൃക്സാക്ഷി ഫ്രഞ്ച് ദിനപത്രമായ LS റിപ്പബ്ലിക്കിനോട് പറഞ്ഞു. ഔച്ചറിൽ ഷോപ്പിംഗ് നടത്താൻ പോകുമ്പോൾ ഞാൻ വാഹനം ഓടിക്കുമ്പോൾ അത് മുങ്ങി തകർന്നു വീഴുന്നത് കണ്ടു. പാരച്യൂട്ട് പ്രവർത്തനങ്ങൾക്കും സ്കൈ ഡൈവിംഗിനും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരുതരം വിമാനമായ പിലാറ്റസ് ജർമ്മൻ രജിസ്ട്രേഡ് ആയിരുന്നുവെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രോസിക്യൂട്ടറുടെ ഓഫീസ്, പോലീസ്, എമർജൻസി മെഡിക്കൽ സർവീസ് എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാൽവഡോർ അലൻറ്റെ സ്ട്രീറ്റിന് ചുറ്റുമുള്ള പ്രദേശം ഒഴിവാക്കണമെന്ന് പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അടിയന്തര പ്രതികരണക്കാർക്കും നിയമപാലകർക്കും തടസ്സമില്ലാതെ അപകട സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിൽ സ്ഥലത്തേക്ക് യാത്ര ചെയ്യരുതെന്നും ആളുകളോട് അഭ്യർത്ഥിച്ചു. വിമാനം 3ാമത്തെ തവണ പറന്നുയരുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടതെന്നും നാഷണൽ പാരച്യൂട്ടിസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് പിയറി എഫ് യൂജിൻ BFM-TV പറഞ്ഞു. പിലാറ്റസ് വിമാനം വളരെ ആവശ്യപ്പെടുന്ന ഒരു യന്ത്രമാണെന്നും 2 വർഷത്തിലൊരിക്കൽ സമഗ്രമായ പരിശോധന ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്കൈ ഡൈവിംഗ് ക്ലബിന്റെ ഉടമസ്ഥതയിലുള്ള വിമാനം തകർച്ചയ്ക്ക് ഒരു കാരണവുമില്ലാതെ ലംബമായി താഴേക്ക് പതിച്ചുവെന്ന് മേയർ മോസലിലെ പ്രീഫെക്ട് സെഗുയിലെ പാരിസിനോട് പറഞ്ഞു. പൈലറ്റ് അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിച്ചതായി സൂചിപ്പിക്കുന്ന ഒരു ഫ്ലൈറ്റ് പാത്തും ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം വിമാനം തകർന്നു വീണു. പക്ഷേ നിലത്തുണ്ടായിരുന്ന ആർക്കും പരിക്കില്ല. അപകട സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ പോലീസ് ആളുകളോട് ആവശ്യപ്പെട്ടു. ടോംബ്ലെയിനിലെ റൂസ് സാൽവഡോർ അലൻറ്റയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം ദയവായി ഒഴിവാക്കുക. അടിയന്തര സേവനങ്ങൾക്കും നിയമപാലകർക്കും ഏറ്റവും എളുപ്പമുള്ള പ്രവേശനം ഉറപ്പാക്കാൻ ദയവായി ആ പ്രദേശത്തേക്ക് പോകരുത്. മുൻഗണനാ വാഹനങ്ങളുടെ കടന്നുപോകൽ സുഗമമാക്കുക, പോലീസ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. ഫ്രഞ്ച് ഗതാഗത മന്ത്രി ഫിലിപ്പ് ടാബറോട്ട് അപകടത്തെ ഭയാനകമായ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 11 പേരും മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചു. എക്സിലെ ഒരു പോസ്റ്റിൽ ഇരകളുടെ കുടുംബങ്ങൾക്ക് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. ആഭ്യന്തരമന്ത്രി ലോറന്റ് നുനസിനൊപ്പം പിന്നീട് അപകട സ്ഥലത്തേക്ക് പോകുമെന്നും പറഞ്ഞു. അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് ഐഡന്റിഫിക്കേഷൻ സർവീസിനെയും നാൻസി മെറ്റ്സ് എയർ ട്രാൻസ്പോർട്ട് ജെൻഡർമേരി ബ്രിഗേഡിനെയും അന്വേഷണം ആരംഭിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയതായി ഡെപ്യൂട്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അമൗറി ലാക്കോട്ട് പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു. വിമാനാപകടത്തെ തുടർന്ന് ടോംബ്ലെയിന് ചുറ്റുമുള്ള പ്രദേശത്ത് പൊതുവായ വൈദ്യുതി തടസ്സവും ഉണ്ടായതായി പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.